ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ ഫസ്റ്റ് ഫുള്ള് ഡിസ്കസ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE സെക്കൻഡ് ചാപ്റ്ററാണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ പോളിനോമിയൽസ് ആണ് സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ പോളിനോമിയൽസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 9th പഠിച്ചിട്ടുള്ളതാണ് പോളിനോമിയൽസ്. അപ്പോൾ എന്താണ് ഒരു പോളിനോമിയൽ, എങ്ങനെയാണ് ഒരു പോളിനോമിയലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എക്സ് എന്നാണ് ജനറലി ഒരു പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. എന്താണ് ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്? ഓക്കെ, ഒരു ലീനിയർ പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ലീനിയർ പോളിനോമിയലിൻ്റെ ഫോം എങ്ങനെയാണ്? ജനറൽ ഫോം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്, അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ കേസിൽ ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ ഹയസ്റ്റ് പവർ, പി ഓഫ് എക്സിലെ എക്സിൻ്റെ ഹയസ്റ്റ് പവറാണ് പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? എക്സിൻ്റെ ഹയസ്റ്റ് പവർ, അതായത് ഇവിടെ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇതൊരു ലീനിയർ പോളിനോമിയൽ എന്ന് പറയാൻ കഴിയും. അതായത് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിഗ്രി 2 വരുന്ന ഒരു പോളിനോമിയൽ എഴുതുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ax² പ്ലസ് bx പ്ലസ് c, അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ 2 ഡിഗ്രി വരുന്ന പോളിനോമിയൽസിന് നമ്മൾ ജനറലി ഒരു പേര് പറയും, അതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ എന്താ പറഞ്ഞത്? ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽസിന് ജനറലി പറയുന്നതാണ് ലീനിയർ പോളിനോമിയൽ. അതുപോലെ ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽസിനെ പറയുന്നതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, ഇനി ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽസ് ഉണ്ട്. സപ്പോസ് ഒരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ്, ചുമ്മാ ഇതാണ് ക്യൂ ഓഫ് എക്സ്. ജനറലി നമ്മൾ പി ഓഫ് എക്സ് എന്നാണ് പോളിനോമിയൽസ് എഴുതുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പി ഓഫ് എക്സ് എടുത്തത് കൊണ്ടാണ് പിന്നെ ജി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ് എന്നൊക്കെ എടുത്തത്. ഓക്കെ, അപ്പോൾ ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d, ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി 3 വരുന്ന പോളിനോമിയൽസിനെ ജനറലി നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്നാണ് പറയുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കോഎഫിഷ്യൻസ് ആയിട്ടൊക്കെ വരുന്നില്ലേ, ഈ ഒരു കേസിൽ പി ഓഫ് എക്സിൻ്റെ കേസിലാണെങ്കിൽ ഈ എ ഇതെന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഈ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് എ ബി, ഈ എ ബി എല്ലാം റിയൽ നമ്പേഴ്സാണ്. എല്ലാ പോളിനോമിയൽസ്, ഇപ്പം ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആയിക്കോട്ടെ, ലീനിയർ പോളിനോമിയൽ ആയിക്കോട്ടെ, ക്യൂബിക് പോളിനോമിയൽ ആയിക്കോട്ടെ, എല്ലാ പോളിനോമിയൽസിൻ്റെയും എന്താണ് കോഎഫിഷ്യൻസും കോൺസ്റ്റൻറ്റും എല്ലാം റിയൽ നമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പി ഓഫ് എക്സിൻ്റെ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിലും ഇവിടെ ഈ എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത് 0 അല്ലാതായാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി 2 ഉള്ള പോളിനോമിയൽ എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, ഇത് 0 ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു ടേം പിന്നെ ഇല്ല, പിന്നെ bx + c മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ഇതൊരു ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ ആയിപ്പോവും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇവിടെയും എ നോട്ട് ഈക്വൽ ടു 0 ആണ്. പക്ഷേ ബി 0 ആവാം, കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ ബി 0 ആണെന്ന് വെച്ചോ, ax² + c എന്നാണ് വരിക. അപ്പോഴാണെങ്കിലും ഡിഗ്രി 2 ഉള്ളൊരു പോളിനോമിയലാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നെയാണ്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 0 ആയി എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിലും ഇവിടെ ax² ഉണ്ട് അല്ലേ, അപ്പോഴും ഇതൊരു പോളിനോമിയലാണ്, ഡിഗ്രി 2 ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ്. ഓക്കെ, എല്ലാ കേസിലും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ലീനിയർ പോളിനോമിയൽ ആയിക്കോട്ടെ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിക്കോട്ടെ, ക്യൂബിക് പോളിനോമിയൽ ആയിക്കോട്ടെ, ഇവിടെ ബിയും സിയും ഒക്കെ, ബിയും സി ഡി എല്ലാം 0 ആയിട്ട് വരാം. പക്ഷേ എ ഒരിക്കലും 0 ആവാൻ പറ്റില്ല. എ 0 ആയിക്കഴിഞ്ഞാൽ അതൊരു ക്യൂബിക് പോളിനോമിയൽ ആവില്ല ക്യൂ ഓഫ് എക്സിൻ്റെ കേസിൽ. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ എയും ബിയും സിയും ഡിയും ഇവിടെ എടുത്തേക്കുന്നത് എല്ലാം റിയൽ നമ്പേഴ്സാണ്. എ ബി അതെ, സി, ഇവിടെ സി, ഡി, ഇതെല്ലാം എന്താണ്, റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോസിനെ കുറിച്ചാണ് പിന്നെ പറയാനുള്ളത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് എന്താണ് എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം, എന്ന് വെച്ചാൽ ഓരോ റിയൽ നമ്പേഴ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ഫോം ആണല്ലേ, പോളിനോമിയൽസിൻ്റെ ജനറൽ ഫോമാണ്. ഞാനിവിടെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ പോട്ടെ ലീനിയർ പോളിനോമിയൽ തന്നെ എടുക്കുകയാണ്. ആദ്യം തന്നെ ക്വാഡ്രാറ്റിക് എടുക്കണ്ട, ആദ്യം ലീനിയർ പോളിനോമിയൽ എടുക്കുകയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 2 എന്ന് എടുക്കുകയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 2 ഇട്ട് കൊടുക്കണം. സോ പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താ വരിക, 4 × 2 + 2, അതായത് 8 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് പി ഓഫ് 2 കിട്ടി. പി ഓഫ് എക്സ് 4x + 2 ആണെങ്കിൽ പി ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എക്സിനെ റീപ്ലേസ് ചെയ്ത് 2 കൊടുത്തപ്പോഴാണ് നമുക്ക് പി ഓഫ് എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി വേറൊരു ടേം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് നോക്കാം. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പറഞ്ഞ് ഓക്കെ 2x² + x + 1. ഓക്കെ, ഇതിൽ എക്സിന് 3 കൊടുക്കുമ്പോൾ
വാല്യൂ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എക്സിൻ്റെ അവിടെ എല്ലാം 3 ഇട്ട് കൊടുക്കണം. സോ 2 × 3² പ്ലസ് 3 പ്ലസ് 1. അപ്പോൾ 9 9 2s 18 പ്ലസ് 3 പ്ലസ് 1 എന്താ കിട്ടുക, 22 അല്ലേ. അപ്പോൾ എക്സിന് 3 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 22 എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ ഇതേപോലെ തന്നെയാണ് എക്സിന് ഏതൊരു സംഖ്യ ഇട്ടുകൊണ്ട് നമുക്ക് പി ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലുണ്ട്. ഓക്കെ, നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലുണ്ട്. അപ്പോൾ ഇത് ഇനി പറയാൻ പോകുന്നത് സീറോസിനെ കുറിച്ചാണ്. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി, ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാണ് പി ഓഫ് എക്സ് 0 ആയിട്ട് വരുന്നത്, ആ എക്സിനെയാണ് നമ്മൾ സീറോ ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്യാണ്. ഏത് പോളിനോമിയൽ എടുക്കാം. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് x² മൈനസ് 3x മൈനസ് 4 എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇതിൽ എക്സിനെ ഏത് വാല്യൂ കൊടുക്കുക, എക്സിന് 4 ഇട്ട് കൊടുക്കാം. എക്സിന് 4 ഇട്ട് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, പി ഓഫ് 4 എന്ന് പറയുന്നത് എന്താണ്, 4² മൈനസ് 3 × 4 മൈനസ് 4. ഓക്കെ, 4² എന്ന് പറയുന്നത് 16 ആണ്, മൈനസ് 12 മൈനസ് 4. അപ്പോൾ 16 മൈനസ് 16 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ എന്ത് കിട്ടി, പി ഓഫ് 4 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിന് 4 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അതായത് ഈ പി ഓഫ് എക്സിൻ്റെ 0 ആണ്, അല്ലെങ്കിൽ റൂട്ടാണ് 4 എന്ന് പറയാം. എക്സിൽ കൊടുത്തേക്കുന്നത് 0 എന്നാണ്. സോ പി ഓഫ് എക്സിൻ്റെ ഈ ഒരു പി ഓഫ് എക്സിൻ്റെ 0 ആണ്, ഒരു 0 ആണ് 4 എന്ന് നമുക്ക് പറയാം. ഇനി വേറെ വാല്യൂസ് ഇട്ട് നോക്കുക, ഏതൊക്കെ വാല്യൂസിലാണ് പി ഓഫ് എക്സ് 0 ആയിട്ട് വരുന്നത് എന്ന് നോക്കുക. ആ വാല്യൂസ് എക്സിൻ്റെ ആ വാല്യൂസിനെയാണ് നമ്മൾ സീറോസ് ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ എക്സിന് ഇനി -1 ഇട്ട് നോക്കാം. ഓക്കെ, എക്സിന് -1 ഇട്ട് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, പി ഓഫ് -1 1 മൈനസ് പ്ലസ് 3 മൈനസ് 4 എന്ന് വരും. അപ്പോഴും പി ഓഫ് -1ൻ്റെ റൂട്ട് എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. സോ -1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 0 ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ പി ഓഫ് എക്സിന് എത്ര സീറോസ് കിട്ടി, പി ഓഫ് എക്സിന് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² മൈനസ് 3x മൈനസ് 4. സീറോസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, -1 കിട്ടി, 4 കിട്ടി അല്ലേ. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒന്നുകിൽ സീറോസ് ഉണ്ടാവില്ല, ഓക്കെ, അല്ലെങ്കിൽ ഒരു സീറോയെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ 2 സീറോസ് കാണും. 2ൽ കൂടുതൽ സീറോസ് ഒരിക്കലും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് വരില്ല. മനസ്സിലായോ. അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസിൽ, അതായത് ഡിഗ്രി 2 വരുന്ന ഒരു പോളിനോമിയലിൻ്റെ കേസിൽ അറ്റ്മോസ്റ്റ് 2 റൂട്ട്സേ ആ ഒരു പോളിനോമിയലിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ്.
അതിൻ്റെ കാര്യം. അപ്പോൾ ഡിഗ്രി 1 വരുന്ന പോളിനോമിയലാണെങ്കിൽ അതിന് എത്ര റൂട്ട്സ് ഉണ്ടാവും? സീറോസ് ഉണ്ടാവും. 1 സീറോയേ ഉണ്ടാകത്തുള്ളൂ. ഡിഗ്രി 3 വരുന്നത് ക്യൂബിക് പോളിനോമിയലാകുമ്പോൾ അറ്റ്മോസ്റ്റ് 3 റൂട്ട്സ് ഉണ്ടായിരിക്കും. 3 റൂട്ട്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 0 റൂട്ട്സ് ആവാം, ഒരു റൂട്ടും ഇല്ലാതിരിക്കാം, 1 ആവാം, 2 റൂട്ട്സ് ഉണ്ടാവാം, 3 റൂട്ട്സ് ഉണ്ടാവും. പക്ഷേ 3ൽ കൂടുതൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയാം സീറോസിൻ്റെ കാര്യം. ലീനിയർ പോളിനോമിയലിൻ്റെ കാര്യത്തിൽ സീറോസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 9th പഠിച്ചിട്ടില്ലേ സീറോസിനെ കുറിച്ച്? ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുക്കുകയാണ്, ലീനിയർ പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ ലെറ്റ് കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പോളിനോമിയൽ 0 ആവും എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ എന്ന് പറയുന്നത് എ കെ പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? -b/a ആയിരിക്കും അല്ലേ? അതായത് നമുക്ക് സീറോസ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗമാണ് ഇതെന്ന് പറയുന്നത്. അതായത് ലീനിയർ പോളിനോമിയലിൻ്റെ കേസിലാണെങ്കിൽ മൈനസ് കോൺസ്റ്റൻറ്റ് term divided by coefficient of x. ഇതാണ് എന്തെന്ന് പറയുന്നത് ലീനിയർ പോളിനോമിയലിൻ്റെ 0 കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ 0 കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട്, വഴികളുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം ഇതുപോലെ ലീനിയർ പോളിനോമിയലിൻ്റെ ഈ ഒരു കേസ് പറഞ്ഞില്ലേ, ഇതുപോലെ എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുന്നത് എന്നെല്ലാം പറയും. പിന്നെ സീറോസും എന്താണ് കോഎഫിഷ്യൻസും തമ്മിലുള്ള ബന്ധം അതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് സീറോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിനും ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ സീറോസിലുള്ള ഓപ്പറേഷൻസ് അത് നമ്മൾ പറയുന്നുണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ കേസിൽ. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു പോളിനോമിയൽ എടുക്കുക, പോളിനോമിയൽ തന്നിട്ടുള്ള പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ എക്സ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിൽ ഗ്രാഫ് ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അതായിരിക്കും എന്താണ് ഒരു പോളിനോമിയലിൻ്റെ ആ ഒരു പോയിന്റ് ആയിരിക്കും ആ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. ഇനി ടച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലോ ആ ഒരു പോളിനോമിയലിന് 0 ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസിലാണെങ്കിൽ അറ്റ്മോസ്റ്റ് എന്താണ് 2 എക്സ് ആക്സിസ് 2 പോയിന്റിൽ എക്സ് ആക്സിസിൻ്റെ 2 പോയിന്റിൽ ടച്ച് ചെയ്യാം. ഓക്കെ, അതായത് 2 റൂട്ട്സ് ഉണ്ടാവുള്ളൂ. ക്യൂബിക് ആണെങ്കിൽ അറ്റ്മോസ്റ്റ് 3 പോയിന്റ്സിൽ ടച്ച് ചെയ്യാതെ ഇരിക്കാം. അതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് നമ്മൾ സീറോസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു സെക്ഷനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ അൽഗോരിതം ആണ്. പോളിനോമിയൽസിൻ്റെ ഡിവിഷൻ അൽഗോരിതം ഓഫ് പോളിനോമിയൽസ്. ഓക്കെ, നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം പഠിച്ചായിരുന്നു അല്ലേ റിയൽ നമ്പേഴ്സിൽ? അതുപോലെ തന്നെയാണ് ഇവിടെ പോളിനോമിയൽസ് ആണ് എടുക്കുന്നത്. പി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഉണ്ട്, ജി ഓഫ് എച്ച് എന്ന് പറയുന്നത് അനദർ നോൺ സീറോ പോളിനോമിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽസ് ഉണ്ടാവും സച്ച് ദാറ്റ്
പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഓക്കെ ഓക്കെ, ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ റിമൈൻഡർ ആയിട്ട് വരുന്ന പോളിനോമിയലാണ്. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ, എപ്പോഴും ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അതാണ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ പോളിനോമിയൽസ് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലോണം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഓൾ, ബൈ.